ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്ക ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് കടായി വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് 1/2 ടീസ്പൂൺ ഉഴുന്നിട്ട് അതിലേക്ക് ഒരു 5-8 വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചിട്ട് അതിലേക്ക് അല്പം കറിവേപ്പും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് ഒരു സവോള നീളത്തിലരിഞ്ഞതാണ് ചേർക്കുന്നത്. അതും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് വെണ്ടക്ക ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ഉരുളക്കിഴങ്ങാണ്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായി വെന്ത് വരുന്നത് വരെ നമ്മൾ ഇതിനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. കാരണം ഇതിൽ നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇതിനിങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്തേക്കും നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയോരം ഒക്കെ ഇതിനൊന്ന് പിടിച്ച് വരുന്നവരെ നമ്മൾ വഴറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പം ഏകദേശം നമ്മുടെ വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ തന്നെ വേണം ചെയ്യാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വീഡിയോയിൽ നാളെ വരാം.